അങ്ങനെ നമ്മൾ ഒരു ഡാറ്റാബേസിനകത്ത് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ടേബിളിനകത്ത് എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് വാല്യൂസ് എന്നാണ്. ഈ കണ്ടൻറ്റ് വാല്യൂസ് നമുക്ക് ആവശ്യം വരും. അതായത് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടൻറ്റ് വാല്യൂസ് നമ്മുടെ വാല്യൂസൊക്കെ ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ നെയിമാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ കീയുടെ അവിടെ നെയിം എന്നുള്ളത് കൊടുക്കുക, വാല്യൂവിൻ്റെ അവിടെ ആ സ്റ്റോർ ചെയ്യേണ്ട ആളുടെ പേര് കൊടുക്കുക. അങ്ങനെയായിരിക്കും അത് സ്റ്റോർ ചെയ്യുക. ഇതിനൊരു സിമിലാരിറ്റി പറയാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജേസൺ ജേസണ് അകത്താണെങ്കിലും അവിടെ ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് ഡാറ്റ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് കണ്ടൻറ്റ് വാല്യൂസും ഇവിടെ ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ കണ്ടൻറ്റ് വാല്യൂസിൻ്റെ അകത്ത് ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പുട്ടെന്നാണ്. പുട്ടെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മെത്തേഡിൻ്റെ പർപ്പസ് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് പുട്ടെന്നുള്ളത്. ഇനി നമുക്ക് കണ്ടൻറ്റ് വാല്യൂസ് എങ്ങനെയാണ് ഒരു ഇൻസേർട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യേണ്ടേ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പ്രോഗ്രാമിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാം നോക്കുമ്പോൾ ഇവിടെ ഞാൻ കണ്ടൻറ്റ് വാല്യൂസ് ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വാല്യൂസ് എന്നും പറഞ്ഞിട്ടുള്ള വേരിയബിളിൻ്റെ അകത്ത് ഒരു കണ്ടൻറ്റ് വാല്യൂസിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ വരുന്നത് നമ്മുടെ പുട്ടെന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്യേണ്ടതാണ്. വാല്യൂസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് പുട്ടെന്ന് പറയുന്ന മെത്തേഡ് ഞാൻ കോൾ ചെയ്തു. ഇതിൻ്റെ അകത്തപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഏജ് മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് എനിക്ക് ഏജാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ കീയുടെ അവിടെ ഏജ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അതേപോലെ എനിക്ക് 25 വയസ്സാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് ഞാൻ ആ ഇൻസേർട്ട് ചെയ്യാനുള്ള വാല്യൂ പറഞ്ഞു കൊടുത്തു. അതായത് 25 എന്നുള്ളത് ഞാനവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഈ പുട്ടെന്ന് പറയുന്ന മെത്തേഡിൽ എപ്പോഴും ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കീ വാല്യൂ ആണ്. ഈ കീ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിൻ്റെ കോളൻ നെയിമാണ് കൊടുക്കേണ്ടത്, അല്ലാതെ റാൻഡം ആയിട്ടുള്ള നെയിംസ് അല്ല അവിടെ കൊടുക്കേണ്ടത്. റാൻഡം ആയിട്ടുള്ള നെയിംസ് നിങ്ങളവിടെ കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും എറർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ കീ എന്നുള്ളത് നമ്മുടെ കോളൻ നെയിമാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുമ്പോൾ നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത ക്വറി നോക്കുകയാണെങ്കിൽ അവിടെ ഞാനൊരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോളമായിട്ട്. പിന്നെ അതേപോലെ നെയിം കോളമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി, ഏജും കോളമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാൻ കീസും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന ഒരു ഡൗട്ടുണ്ട്, അതായത് ID എന്തുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ID ഓൾറെഡി ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ID കൊടുക്കാഞ്ഞത്. പിന്നെ നെയിമിൻ്റെ ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിൽ എക്സാമ്പിളിൽ അത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. അത് ചെയ്യാൻ ഇത്ര വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് വാല്യൂസ് ഡോട്ട് പുട്ടെന്നും പറഞ്ഞിട്ട് ആ മെത്തേഡ് കോൾ ചെയ്യുക. എന്നിട്ട് ആ മെത്തേഡിൻ്റെ അകത്ത് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് നെയിം പറയുക. കാരണം നമുക്ക് നെയിം എന്നുള്ള കോളത്തിലാണ് വാല്യൂ കയറ്റേണ്ടത്. ഇനി അവിടെ കയറ്റേണ്ട വാല്യൂ, അതായത് എനിക്ക് എൻ്റെ പേരാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആൻഡോ എന്നും പറഞ്ഞിട്ട് കൊടുത്തു. കണ്ട, ഇത്രേ ഉള്ളൂ. ഈ ലൈൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഒറ്റ കണ്ടീഷനുള്ളത് നമ്മുടെ കണ്ടൻറ്റ് വാല്യൂ എന്നുള്ള ആ ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു ലൈനിന് തൊട്ട് താഴെയിട്ട വല്ലതും ആയിരിക്കണം വെക്കേണ്ടത്. അതേപോലെ ഇൻസേർട്ടിൻ്റെ ആ ഒരു ലൈൻ വരുന്നതിന് മുന്നേയിട്ട് വേണം അത് പ്ലേസ് ചെയ്യാൻ. അത് ഞാൻ എക്സാമ്പിളിൽ ഇടാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഞാനത് നോട്ടീസ് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ നെയിം എന്നുള്ളത് ആൻഡോ ആയിരിക്കണം അവിടെ ഇൻസേർട്ട് ആവണ്ടേ എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏജ് 25 കൊടുക്കേണ്ടതെന്നുള്ളത്
സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ SQLite ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഇൻസേർട്ട് എന്നും പറഞ്ഞിട്ട് ഒരു മെത്തേഡ് അവൈലബിൾ ആണ്. ഈ മെത്തേഡിനകത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ടേബിളിൻ്റെ നെയിം ആണ് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. സെക്കൻഡ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു നൾ വാല്യൂ ആണ്. അതെന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ പറയാം. അവസാനമായിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആ ഒരു കണ്ടൻറ്റ് വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്തല്ലോ, ആ കണ്ടൻറ്റ് വാല്യൂസാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് അവസാനത്തെ പാരാമീറ്ററിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും ചെയ്താൽ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ അകത്ത് ആൻഡോ എന്ന് പറയുന്ന ഒരു റെക്കോർഡ് ഇൻസേർട്ട് ആവും. ആൻഡോ 25 വയസ്സെന്നുള്ള രീതിക്ക് ഒരു റെക്കോർഡ് ഇൻസേർട്ട് ആവും. അതാണ് പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇനി നമുക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്ന 3 പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതിൽ ആദ്യത്തെയും മൂന്നാമത്തെയും പാരാമീറ്റേഴ്സിനെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ടേബിളിൻ്റെ നെയിം ഒരു സ്ട്രിങ്ങിൽ പാസ് ചെയ്ത് കൊടുക്കണം. അതായത് എനിക്കിപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിലാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടെങ്കിൽ ഈ ഇൻസേർട്ട് മെത്തേഡിൻ്റെ ഫസ്റ്റ് പാരാമീറ്ററിൽ സ്ട്രിങ്ങിൽ ഞാൻ സ്റ്റുഡൻ്റ് എന്നും പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ട്രിങ് വാല്യൂ ആണ് ശരിക്കും നമ്മുടെ മെത്തേഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നമുക്ക് നൾ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു സെക്കൻഡ് പാരാമീറ്ററിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നള്ളബിൾ കോളം ഹാക്ക് എന്നാണ് അതിനെ പറയുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ഏജ് മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ, കീ വാല്യൂ പെയറായിട്ട്. നെയിം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്താൽ, ഈ ഒരു എക്സാക്റ്റ് പ്രോഗ്രാം ഒരു മാറ്റമില്ലാതെ റൺ ചെയ്താൽ എനിക്ക് എറർ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നെയിം പറഞ്ഞു കൊടുത്തിട്ടില്ല. SQLite അങ്ങനെ എറർ ക്യാച്ച് ചെയ്യും. അപ്പം നിങ്ങൾക്കൊരു സാഹചര്യം വന്നെന്ന് വിചാരിക്കുക, അതായത് നെയിമില്ലാത്തൊരു റെക്കോർഡ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നാൽ ഏജ് ഉണ്ട് താനും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഫോഴ്സ്ഫുള്ളി ചെയ്യണമെങ്കിൽ ഈ സെക്കൻഡ് പാരാമീറ്ററിൽ നിങ്ങൾ നള്ളായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളം നെയിം അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഏജ് മാത്രമേ ഞാൻ എൻ്റെ വാല്യൂസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് വാല്യൂസിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൂ. നെയിം എനിക്ക് നള്ളായിട്ട് കയറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് പാരാമീറ്ററിന് നള്ളെന്നുള്ളത് പാസ് ചെയ്യണതിന് പകരമായിട്ട് അവിടെ ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കും. ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് നെയിം എന്നും പറഞ്ഞിട്ടായിരിക്കും ഞാൻ പാസ് ചെയ്ത് കൊടുക്കുക. അതായത് നെയിം എന്ന് പറയുന്ന കോളം നള്ളാവണം, എന്നാൽ ബാക്കി ഏജ് എന്നുള്ള ആ കോളത്തിൻ്റെ അകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇൻസേർട്ട് ആവണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എനിക്ക് നെയിമിൻ്റെ അവിടെ നള്ളായിട്ട് ഇൻസേർട്ട് ആവുകയും അതേ സെയിം റെക്കോർഡിൽ തന്നെ ഏജ് 25 ഇൻസേർട്ട് ആവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പഠിക്കാൻ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ സെക്കൻഡ് ആയിട്ടുള്ള പാരാമീറ്ററിൻ്റെ പേര് മാത്രം ഒന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കാൻ നോക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്ട്രാ മാർക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ പാരാമീറ്ററിൻ്റെ നെയിം മാത്രം പഠിച്ചു വയ്ക്കുക. അവസാനത്തെ പാരാമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള വാല്യൂസാണ് അവിടെ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഈ കണ്ടൻറ്റ് വാല്യൂസിൻ്റെ അകത്ത് ഞാൻ ഏജ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഏജ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിൻ്റെ അവിടെ 25 എന്നുള്ള വാല്യൂ ആണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂസാണ് മൂന്നാമത്തെ പാരാമീറ്ററിൽ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ മൂന്നാമത്തെ പാരാമീറ്റർ എപ്പോഴും കണ്ടൻറ്റ് വാല്യൂസ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. വേറെ സ്ട്രിങ്ങോ ഇൻറ്റീജേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല തേർഡ് പാരാമീറ്റർ. അപ്പം അങ്ങനെയാണ് നമുക്ക് 3 പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇൻസേർട്ട് മെത്തേഡ് എപ്പോഴും ഒരു റോ ID റിട്ടേൺ ചെയ്യും. അതായത് സക്സസ്ഫുള്ളി ഒരു റോ ഇൻസേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് മെത്തേഡ് ആ ഇൻസേർട്ടായ റോൻ്റെ ID ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇൻ കേസ് ഇൻസേർട്ട് ആവാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം വന്ന് ഒരു എറർ വന്നു അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വന്നു എങ്കിൽ ഇൻസേർട്ട് മെത്തേഡ് ഒരു -1 എന്നുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക.
അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻസേർട്ട് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ചെക്കിംഗ് ഒക്കെ നടത്തണമെങ്കിൽ, ഒരു ഇഫ് കണ്ടീഷനിൽ വല്ല ചെക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഈ വാല്യൂസ് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതായത് -1 ആണ് വന്നിട്ടുള്ളെങ്കിൽ സംതിങ് വെൻറ്റ് റോങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് ഒക്കെ കാണിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും.